She asked me about his business. അവൾ എന്നോട് അവൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ചോദിച്ചു. ഇംഗ്ലീഷ് കേൾക്കുന്നു, അതിൻ്റെ മലയാളത്തിൽ കേൾക്കുന്നു, അല്ലെങ്കിൽ മലയാളം കേൾക്കുന്നു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ ടു ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക്. യെസ്, ട്രൂലി a real track for getting your English better in greater detail. എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ച എന്ന നിലയിൽ ഇന്നത്തെ പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയാം. അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞ വീഡിയോസ് കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് ഇത് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കണ്ടതിന് ശേഷം ഈ ക്ലാസിന്റെ ഭാഗമാകുക. ഓക്കെ ആണ് കേട്ടോ. ഇംഗ്ലീഷ് ബേസിക്സിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്നാണ് നമ്മൾ തുടങ്ങി വെച്ചത് പ്രോനൗൺസ്, പ്ലൂറൽ പ്രോനൗൺസ് ആൻഡ് സിംഗുലർ പ്രോനൗൺസ്. അവയുടെ കൃത്യമായ അർത്ഥങ്ങൾ, അവയുടെ ഉച്ചാരണം, അവ ചേർത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ലളിതമായ സെന്റൻസുകൾ, അങ്ങനെ അവയെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തിയറി പാർട്ട് എന്ന രൂപത്തിൽ ആദ്യത്തെ ഏതാനും ക്ലാസ് വീഡിയോസിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. തുടർന്ന് പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസിന്റെ വീഡിയോ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഐ ബട്ടൺ ഉപയോഗപ്പെടുത്തുമല്ലോ, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണുക. ഇനി പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസിന്റെ രണ്ടാമത്തെ തലമാണ്. അപ്പോൾ ഒന്നാമത്തെ തലം ഒന്ന് ഓർമ്മിച്ച് കടന്നു വരുന്നത് ഗുണം ചെയ്യും. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് ഓൾ ഇൻ ദ സെയിം സെന്റൻസ് പ്രാക്ടീസ് ആണ്. എല്ലാ പ്രോനൗൺസും ഒരേ വാചകത്തിൽ അല്ലെങ്കിൽ ഒരേ വാചകങ്ങളിൽ പ്രയോഗിച്ചുകൊണ്ട് എളുപ്പത്തിലും വേഗത്തിലും പരിശീലിച്ചു കൊണ്ടിരിക്കുന്ന മാതൃക. ഒരുപാട് പേര് അത് ഉപയോഗപ്പെടുത്തുന്നതായി അറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. ഇത്രയും ലളിതമായി പ്രോനൗൺസ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രാക്ടീസ് മൊഡ്യൂൾ തന്നെയാണ് എന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം. എന്നാൽ ഇരട്ടി മധുരം എന്ന രൂപത്തിൽ സന്തോഷം വീണ്ടും നിങ്ങളിലേക്ക് എത്തുകയാണ്. പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസ് ക്ലാസിന്റെ രണ്ടാമത്തെ പ്രാക്ടീസ് മൊഡ്യൂൾ എന്താണത്? ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. തർജ്ജമ ചെയ്തുകൊണ്ട് എങ്ങനെ പ്രോനൗൺസിനെ ഉപയോഗപ്പെടുത്താം. തുടങ്ങാം. എല്ലാവരും റെഡിയാവും. ഇപ്പൊ തർജ്ജമ എന്ന് പറയുമ്പോൾ, ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജായ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതും ഇതുവരെ പഠിച്ച ബേസിക് ഗ്രാമറിലെ പ്രോനൗൺസ് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട്, പ്രോനൗൺസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രാൻസ്ലേഷൻ വർക്ക്. അതിശയം തോന്നും, ഇതെങ്ങനെയാണ് സാധിക്കുക? വെരി വെരി സിമ്പിൾ. അതിനാണല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രൂ ട്രാക്ക്. അപ്പൊ തുടങ്ങാം. 3 വ്യക്തികൾ, പേഴ്സണൽ പ്രോനൗൺസിൽ ഒരു വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ഷീ, അവൾ. മറ്റൊരു വ്യക്തി ഞാൻ തന്നെയാണ്, ഐ. മൂന്നാമത്തെ വ്യക്തി ഹി. അപ്പൊ നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണമെങ്കിൽ കൈകളൊക്കെ ചലിപ്പിച്ചുകൊണ്ട് 3 വ്യക്തികളെ 3 പൊസിഷൻസിൽ കാണുക. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ അത് കൈ ഇങ്ങനെ പോകുമ്പോൾ ഷീ അല്ലെങ്കിൽ ഹെർ, ഈ പ്രോനൗൺസ് ഒക്കെ വരുമ്പോൾ കൈ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ എളുപ്പം. പിന്നെ കൈ ഇങ്ങോട്ട് വരുമ്പോൾ ഐ ഓർ മീ അല്ലെങ്കിൽ മൈ, മീ. പിന്നെ ഹി, ഹിസ്, ഹിം. വലത് വശത്തേക്ക് അത് മൂന്നാമത്തെ വ്യക്തിയിലേക്ക് ചൂണ്ടിക്കാണിക്കും. തർജ്ജമ ചെയ്യാൻ റെഡിയാണ്? ഓക്കെ. ഇതാ 2 വാക്കുകൾ കൊണ്ടുള്ള ഒരു സിമ്പിൾ സെൻസ്. അവൾ, കേട്ടോ, കൈ പോകുന്നുണ്ട്. അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ്. ആസ്ക്ഡ് ചോദിച്ചു. 2 ക്രിയകളാണ് മെയിനായിട്ട് ഞാനിതിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ആസ്ക്ഡ് ചോദിച്ചു എന്നും, മറ്റൊന്ന് ടോൾഡ് പറഞ്ഞു എന്നും. ബാക്കി മാക്സിമം പ്രോനൗൺസ് ആണ്. ഷീ ആസ്ക്ഡ്, അവൾ ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ, അവൾ എന്നോട് ചോദിച്ചു. 2 പ്രോനൗൺസ് ഉപയോഗിച്ചു, ഷീ എന്നും മീ എന്നും. ഇനിയും വാക്കുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വാചകങ്ങൾ കൂടി വരും. തർജ്ജമ ചെയ്തോ. അവൾ എന്നോട് അവനെ കുറിച്ച് ചോദിച്ചു. അവൾ എന്നോട് അവനെ കുറിച്ച് ചോദിച്ചു. സിമ്പിൾ അല്ലേ? ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിം. ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിം. പാചകം കുറച്ചുകൂടെ വലുതാക്കിയാലോ. ഷീ
asked me about his business. അവൾ എന്നോട് അവന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു. ഇംഗ്ലീഷ് കേൾക്കുന്നു, അതിന്റെ മലയാള അർത്ഥം കേൾക്കുന്നു, അല്ലെങ്കിൽ മലയാളം കേൾക്കുന്നു, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. പ്രൊനൗൺസിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കണേ. കുറച്ചും കൂടെ വലുതാക്കുവാണ് സെന്റൻസ്. ഈ മലയാളം ഒന്ന് തർജ്ജമ ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അവൾ എന്നോട് അവന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു. കാരണം അവൾക്ക് അവനെ അറിയില്ല. വലിയ സെന്റൻസ് ആയത് തോന്നുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം? അവൾ ഷീ ചോദിച്ചു, ആസ്ക്ഡ് എന്നോട്. ഷീ ആസ്ക്ഡ് മീ about his business because കാരണം she doesn't know about him or she doesn't know him. അവരെ കുറിച്ച് അവൾക്ക് അറിയില്ല. അവിടെ എനിക്കറിയാമെന്ന് വിചാരിച്ച് എന്നോട് ചോദിച്ചു. അല്ല, അവന്റെ ബിസിനസ് എന്താ? അവരെപ്പോഴും കാണാറുണ്ട്. അവരെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. അവന്റെ ബിസിനസ് എന്താ? സ്വാഭാവികമല്ലേ ആ സെന്റൻസിന്റെ അർത്ഥം? ഷീ ആസ്ക്ഡ് മീ about his business because she doesn't know about him. ഇവിടെ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്, ആസ്ക്ഡ്. പക്ഷെ നിങ്ങൾ ചിലപ്പോ സംശയിക്കും, ഷീ ഡസിൻ നോ. ഷീ സിംഗുലർ എന്ന ഡസിൻ. ഷീ ഡസിൻ നോ എന്നത് പ്രസന്റ് ടെൻസ് അല്ലേ? പാസ്റ്റ് ടെൻസിലെ ഒരു സെന്റൻസിൽ പ്രസന്റ് ടെൻസിന്റെ പ്രയോഗം വരാമോ? ഓറൽ എക്സ്പ്രഷനിൽ വരാം. എവിടെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കണം പറയുന്നത്? ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്ന ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് വ്യാകരണത്തിന് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കാൻ പ്രത്യേകം പറയും. മറ്റു സ്ഥലങ്ങളിലെല്ലാം കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പൊ സ്റ്റോറിയിലൊക്കെ വരുന്നില്ലേ മിക്സഡ് ടെൻസസ്? ഇപ്പോൾ നടക്കുന്ന പ്രതീതി സംസാരിക്കുന്ന വ്യക്തി ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ടെൻസുകളെ മിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. ഒന്നുകൂടെ തർജ്ജമ ചെയ്ത സ്പീഡിൽ. അവൾ ഷീ ചോദിച്ചു, ആസ്ക്ഡ്. അവൾ ചോദിച്ചു, ഷീ ആസ്ക്ഡ്. എന്നോട് മീ. അവൾ എന്നോട് ചോദിച്ചു, ഷീ ആസ്ക്ഡ് മീ. അവന്റെ ബിസിനസിനെ കുറിച്ച്, എബൌട്ട് ഹിസ് ബിസിനസ്. അവൾ എന്നോട് അവന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു. ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ്. കാരണം ബിക്കോസ് അവൾക്ക് അവനെ അറിയില്ല. ഷീ ഡസിന്റ് നോ ഹിം. ഷീ ഹിം എന്നൊക്കെ വന്നതുണ്ടോ? അതല്ലേ പ്രൊനൗൺസ്. ഇതല്ലേ സംസാര ഭാഷയിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇന്ററാക്ഷനിൽ വരുന്ന പ്രൊനൗൺസ് ധാരാളം വരും. ഇപ്പൊ ലോങ് സെന്റൻസ് കിട്ടി ട്രാൻസ്ലേഷൻ. അവൾ എന്നോട് അവന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു, കാരണം അവൾക്ക് അവനെ അറിയില്ല. എന്താ ഇംഗ്ലീഷ്? ഇത്രയും വലിയൊരു സെന്റൻസ് ഞാൻ ആദ്യമേ തന്നിരുന്നെങ്കിൽ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂല. എന്നാൽ അവയുടെ വാക്കുകൾ ക്രമീകരിച്ചുകൊണ്ട് തന്നപ്പോൾ നിങ്ങൾ വേഗം ട്രാൻസ്ലേറ്റ് ചെയ്തില്ലേ? മനസ്സിൽ ട്രാൻസ്ലേഷൻ നടന്നില്ലേ? അവൾ ചോദിച്ചു, ഷീ ആസ്ക്ഡ് ഒന്നില്ലേ? കാരണം അവൾ എന്നുള്ളത് നിങ്ങൾ പഠിച്ചു അല്ലേ? ഷീ ഇറ്റ്, അവൻ അവൾ, അത് അല്ലെങ്കിൽ ഇത്. സിംഗുലർ പേഴ്സണൽ പ്രൊനൗൺസ് എത്ര എളുപ്പമാണ്. ഒരു തവണ കേട്ടാൽ പോലെ ഈസിയായി. അവൾ ചോദിച്ചു, ഷീ ആസ്ക്ഡ്. അവൾ എന്നോട് ചോദിച്ചു, ഷീ ആസ്ക്ഡ് മീ. അവനെ കുറിച്ച്, അബൌട്ട് ഹിം. അവന്റെ ബിസിനസിനെ കുറിച്ച്, അബൌട്ട് ഹിസ് ബിസിനസ്. കാരണം അവൾക്ക് അവനെ അറിയില്ല. ബിക്കോസ് ഷീ ഡസിന്റ് നോ അബൌട്ട് ഹിം ഓർ ഷീ ഡസിന്റ് നോ ഹിം. അടുത്ത സെന്റൻസ് ഇതിന് മറുപടി കൊടുക്കുക. ആസ്ക്ഡ് ചോദിച്ചു, പറഞ്ഞു, ടോൾഡ്. എന്നോടല്ലേ ചോദിച്ചേ? ആരാ ചോദിച്ചേ? അവളല്ലേ ചോദിച്ചേ? ആരെ കുറിച്ചാണ് ചോദിച്ചേ? അവന്റെ ബിസിനസിനെ കുറിച്ചല്ലേ ചോദിച്ചേ? അപ്പൊ എന്നോടല്ലേ ചോദിച്ചേ? ഇപ്പൊ ഞാനല്ലേ മറുപടി കൊടുക്കട്ടെ? അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. എന്താ? ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞു. ഐ റിപ്ലൈഡ് അല്ലെങ്കിൽ ഐ ടോൾഡ്. ആരോടാ ഞാൻ പറഞ്ഞു? അവളോട്. ഷീ എന്നതിന്റെ ഒബ്ജക്റ്റീവ് കേസ് എന്ന ആളോട്, ഹെർ. എന്താ തർജ്ജമ ചെയ്ത്? ഞാൻ പറഞ്ഞു, ഐ ടോൾഡ്. TOLD, ടോൾഡ്. അവിടെ ടി എന്ന അക്ഷരത്തിന് ട് എന്ന പ്രൊനൗൺസിയേഷൻ കൊടുത്തു. ട്. അതാണ് ആക്സെന്റ് അല്ലെങ്കിൽ ഈ ഫോണറ്റിക്സിലൊക്കെ കോൺസോണൻസ് ഇതൊക്കെ വരുന്നത്. ടോൾഡ്. ഞാൻ, ഐ പറഞ്ഞു, ടോൾഡ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഐ ടോൾഡ്. അവളോട്, ഹെർ.
ഞാൻ അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ. എന്താ ഞാൻ അവളോട് പറഞ്ഞത്? അവന്റെ ബിസിനസ്സിനെ കുറിച്ച് സംബന്ധിച്ച് എന്നർത്ഥം കിട്ടുന്ന ഒരു പ്രൊപ്പോസിഷനാണ് എബൌട്ട്. ABOUT. എബവ് എന്നല്ല, അത് മുകളിൽ ABOVE ഉപരി എന്നാണ്. ഇത് എബൌട്ട്, ABOUT. അബൌട്ട് ഹിസ് ബിസിനസ്. അബൌട്ട് ഹിസ് ബിസിനസ്. ആ സെന്റൻസ് എല്ലാ വാക്കുകളും പറഞ്ഞാലോ? ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ്. എൻ്റെ കൈകളുടെ പൊസിഷൻ പോകുന്ന നോക്കി. ഞാൻ 3 പൊസിഷൻസ് നിശ്ചയിച്ചു. അവൾ എന്നൊക്കെ പറയുമ്പോൾ ഇടത് കൈ അങ്ങോട്ട് ചൂണ്ടി, അവനെ കുറിച്ച് പറയുമ്പോൾ വലത് കൈ ചൂണ്ടി. എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നിലേക്ക് തന്നെ സൂചിപ്പിച്ചു. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിലെ അല്ലെങ്കിൽ ഇന്ററാക്റ്റീവ് ഇംഗ്ലീഷിലെ ബോഡി ലാംഗ്വേജ്, ഡിറക്ഷൻ വേർഡ്സ് ഒക്കെ വരും. ബോഡി ലാംഗ്വേജ്, ഇൻഡിക്കേഷൻസ്, ഡെമോൺസ്ട്രേഷൻസ്, ഇത്ര മനോഹരമായി ആശയവിനിമയം നടത്താം. ഞാൻ അവളോട് അവന്റെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു. അല്ല, എൻ്റെ ഐ കോണ്ടാക്ട്, അവന്റെ ബിസിനസ് എൻ്റെ ഐ കോണ്ടാക്ട് അങ്ങോട്ട് പോയത് കേട്ടോ. അവളോട് പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയത് കേട്ടോ. ഐ കോണ്ടാക്ട് ബോഡി ലാംഗ്വേജിൽ വരുന്നത്, ജസ്റ്റേഴ്സിൽ വരുന്നത്. ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ്. അടുത്ത സെന്റൻസോ ബിക്കോസ്, കാരണം ഐ നോ ഹിം. ഞാനെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഐ നോ ഹിം എന്ന് പറഞ്ഞു? ഇല്ല, അവിടെ ആരാണ്? അവിടെ ഞാൻ സൂചിപ്പിച്ചത് ഷീ അല്ലെങ്കിൽ ഹെർ. ഹിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ടല്ലേ ഓട്ടോമാറ്റിക്കലി ഈ എക്സ്പ്രഷൻസ് വരണം. അതാണ് മീനിങ് എക്സ്പ്രഷൻസ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇംപ്രസ് ചെയ്യാനല്ലേ. ഇംപ്രസ് ചെയ്യാൻ ആദ്യം എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കട്ടെ. ആശയവിനിമയം ചെയ്യാൻ, പ്രകടിപ്പിക്കാൻ പഠിക്കട്ടെ. എക്സ്പ്രസ് ചെയ്യാതെ എങ്ങനെ ഇംപ്രസ് ചെയ്യാം? ഫസ്റ്റ് ഇംപ്രസ്, ദെൻ എക്സ്പ്രസ്. എവിടെയും കേട്ടിരുന്നു? ഫസ്റ്റ് ഇംപ്രസ് എന്നത് ഇങ്ങനെ പോയി ഇംപ്രസ് ചെയ്യാൻ പറ്റും. വ്യക്തിത്വ വികസനത്തിൽ അപ്പിയറൻസ് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയാൻ തുടങ്ങുമ്പോഴല്ലേ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ആശയവിനിമയം നടത്താൻ തുടങ്ങുമ്പോഴാണ് നല്ല ശബ്ദം, പറയുന്ന കാര്യങ്ങൾ യുക്തിപരമായ കാര്യങ്ങൾ, ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്ന് വരുമ്പോൾ എവരി ഐ എലൈറ്റ്സ് ഓൺ ഹിം ഓർ ഹെർ. എവരി ഐ, ഓരോ കണ്ണെന്നത് എല്ലാ കണ്ണുകളും അവനിൽ അല്ലെങ്കിൽ അവളിൽ പതിയും. അപ്പോഴല്ലേ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഫസ്റ്റ് എക്സ്പ്രസ്, ദെൻ ഇംപ്രസ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവുകയും, പക്ഷെ ഞാനിവിടെ പവർ ഓഫ് എക്സ്പ്രഷൻ നേടിത്തരുന്ന ക്ലാസ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എക്സ്പ്രഷന് ഞാൻ പ്രാധാന്യം കൊടുത്തു. പ്രയോറിറ്റി ഹാസ് ബീൻ ഗിവൺ ടു എക്സ്പ്രഷൻ ഫോർ ഇംപ്രഷൻ. ഇംപ്രഷന് വേണ്ടി എക്സ്പ്രഷന് പ്രയോറിറ്റി കൊടുത്തു. അപ്പൊ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വാക്കുകൾ മാത്രം മതിയോ? വേർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രം പോരാ, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? അത്യാവശ്യം നമ്മുടെ കൈകളും കഴുത്തും ചലിക്കണ്ടേ? മീനിങ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് വേണ്ടേ? ഓഡിബിൾ സൗണ്ട് വേണ്ടേ? സൗണ്ട് മോഡുലേഷൻ വേണ്ടേ? അപ്പോഴാണ് ഭാഷ കുറച്ചുകൂടെ എക്സ്പ്രസിബിളായി അനുഭവപ്പെടും. ശരി, നമ്മുടെ ട്രാൻസ്ലേഷൻ പ്രാക്ടീസിലേക്ക് തിരിച്ചു വരൂ. എന്താണ് രണ്ടാമത്തെ സെന്റൻസ്? ഞാൻ അവളോട് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ. ഞാൻ അവളോട് അവന്റെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു. ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ്. കൈ ചലിച്ച് ശ്രദ്ധിച്ചു നിങ്ങൾ. ഞാൻ അവൾ എന്ന് പറയുമ്പോൾ ഇടത് കൈ മാത്രം സൂചിപ്പിച്ചാലേ അവൾ എന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇടത് വശത്തേക്ക് വലത് കൈ ചൂണ്ടിക്കാണിച്ചു, വലത് കൈ കാണിച്ചു ഇടത് ഭാഗത്തേക്ക്. സ്വാഭാവികമായിട്ട് അതിന് ആക്ഷൻ ആവാമല്ലോ. ക്രോസ് എക്സ്പ്രഷൻസ് വരുന്നുണ്ടോ ബോഡി ലാംഗ്വേജിൽ? യെസ്. അപ്പോൾ വലത് ഭാഗം ചൂണ്ടിക്കാണിക്കാൻ ഇടത് കൈ ഉപയോഗിച്ചല്ലോ, അങ്ങനെയാവാം. അത് മൾട്ടി ജെസ്റ്റേഴ്സിലൂടെ ലിംഗ്വിസ്റ്റിക് എക്സ്പ്രഷൻസ് ഉണ്ടാക്കുക എന്നുള്ളത് ഭാഷാ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ശരി, സെന്റൻസ് ഇതാണ്. ഐ ടോൾഡ് ഹെർ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ്
I know about him. Or I know about his business. ഇനിയാണ് രണ്ട് സെന്റൻസുകൾ ഒന്നിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നിച്ച് മലയാളത്തിൽ നിങ്ങൾക്ക് എളുപ്പമാവും. കാരണം നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഈ ക്ലാസ് സ്വന്തമാക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കാത്തു നിന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് വലിയ സെന്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിവ് ലഭിക്കുന്നു. ഈ രണ്ട് സെന്റൻസുകളും ചേർത്ത് വെക്കുമ്പോൾ മലയാളത്തിൽ എങ്ങനെ വരുന്നത്? അവൾ എന്നോട് അവന്റെ ബിസിനസിനെ കുറിച്ച് ചോദിച്ചു, കാരണം അവൾക്ക് അവന് അറിയില്ല. പിന്നെ ഞാൻ അവളോട് അവന്റെ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, കാരണം എനിക്ക് അവനെ അറിയാം. ആ സെന്റൻസിനെയാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ പീസ്മീൽ ബേസിൽ തന്നത്, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട്. ആ രണ്ട് സെന്റൻസുകൾ ഒന്നിച്ച് ഇംഗ്ലീഷ് പറയുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ച് ശീലമുള്ളവരെ പോലെ സംസാരിക്കുന്ന ഇംപ്രഷൻ ഉണ്ടാക്കും. എക്സ്പ്രസ് ചെയ്യുമ്പോൾ ആ ഇംപ്രഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക? ഷീ ആസ്ക്ഡ് മീ അബൌട്ട് ഹിസ് ബിസിനസ് ബിക്കോസ് ഷീ ഡസൻറ്റ് നോ ഹിം ആൻഡ് ഐ ടോൾഡ് ഹർ about his business because I know him. I know about his business. ഇത് നിങ്ങൾക്ക് തിരിച്ചു മറിച്ചൊക്കെ പറയാം. എങ്ങനെ? I told her about his business because I know him. I know about his business. Actually she ഒരു ആക്ച്വലി ഇതൊരു വാക്ക് വരുമ്പോൾ റീടെൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അവിടെ കൺവേർഷൻ പ്രോസസ് നടക്കുന്നുണ്ടോ? അവിടെയാണ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ്. ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ അത് വരും. ഇപ്പോൾ ആക്ച്വലി ഷീ ആസ്ക്ഡ്, ഇത് ഒരാളോട് പറയുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ആളുകളോട് പറയാണ്, ആക്ച്വലി ഷീ ആസ്ക്ഡ് മീ. ഷീക്ക് പറഞ്ഞാലേ അവളാണ് എന്നോട് ചോദിച്ചത്. ആക്ച്വലി ഇറ്റ് വാസ് ഷീ, അവളായിരുന്നു. ഇറ്റ് വാസ് ഷീ ആസ്ക്ഡ് മീ. ഇനി നിങ്ങൾക്ക് സംശയം തോന്നും, ആസ്ക്ഡ് മീ എന്നതിന് പോലും ആസ്ക്ഡ് ടു മീ അല്ലേ വേർഡ്? അങ്ങനത്തെ സംശയം വേണ്ട. ഇനി അതോ വന്നാൽ ഇത് തിരിച്ചറിയുക. ആസ്ക്ഡ് വേർബാണ്. വെർബിന് ശേഷം മീ എന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉണ്ടാകും. ടു ഹും, ഫോർ ഹും എന്നതിന്റെ ഉത്തരവാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിപ്പിക്കും. വാച്ച് എന്നതിന്റെ ഉത്തരവാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഒന്നിച്ച് കടന്നു വരുന്നുണ്ടെങ്കിൽ അവിടെ ടു വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഷീ ആസ്ക്ഡ് അബൌട്ട് ഹിസ് ബിസിനസ് ടു മീ. അവിടെ മീ വരുമ്പോൾ ടു വേണം. കാരണം എബൌട്ട് ഹിസ് ബിസിനസ് എന്നുള്ളത് വാച്ച് എന്നതിന്റെ ഉത്തരമാണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, പ്രത്യക്ഷ കർമ്മം എന്ന് മലയാള വ്യാകരണത്തിൽ പഠിക്കുന്നത്. ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് ഇല്ല. അതുകൊണ്ട് ഷീ ആസ്ക്ഡ് മീ, സിമ്പിൾ. അവൾ എന്നോട് ചോദിച്ചു, ഷീ ആസ്ക്ഡ് മീ, സോ ഐ ടോൾഡ് ഹർ. അവിടെ സോ എന്ന വാക്ക് വരുമ്പോൾ കുറച്ചുകൂടെ മീനിങ് ഫുൾ ഇന്ററാക്ഷൻ വന്നു. ഷീ ആസ്ക്ഡ് മീ, സോ ഐ ടോൾഡ് ഹർ. വാട്ട് ഡിഡ് ഷീ ആസ്ക് ടു മീ? What did she ask me? She asked about his business. അപ്പോൾ ഇങ്ങനെ ഇന്ററാക്റ്റീവ് മോഡൽസിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം എക്സാമ്പിൾ സെന്റൻസസ് അല്ലെങ്കിൽ പ്രാക്ടീസ് സെന്റൻസുകളെല്ലാം കോൺവെർസേഷൻസ് അഥവാ ഡയലോഗ്സ് അഥവാ ഡിസ്കോഴ്സസ് ഉണ്ടാക്കാൻ സഹായിക്കും. പ്രോനൗൺസിന്റെ പഠനം തുടരുമ്പോൾ സ്വാഭാവികമായും pronoun based conversations or pronoun based dialogues എന്ന ഭാഗവും നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ എത്ര വിശാലമാണ് പ്രോനൗൺസ് എന്ന ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഈ രണ്ട് സെന്റൻസുകൾ തർജ്ജമ ചെയ്തുകൊണ്ട് പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസിന്റെ രണ്ടാമത്തെ ക്ലാസ്, ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പ്രോനൗൺ ബേസ്ഡ് പ്രാക്ടീസിൽ ഒന്നാമത്തത് ഓൾ ഇൻ ദ സെയിം സെന്റൻസ് പ്രാക്ടീസ്. ഇവിടെ അതല്ല, ഇവിടെ ട്രാൻസ്ലേഷൻ പ്രാക്ടീസ്. അതിൽ രണ്ട് സെന്റൻസുകൾ തന്നു, വളരെ എളുപ്പമാണ്. അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ് വീഡിയോസിലൊക്കെ പ്രോനോൺ ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ലിംഗ്വിസ്റ്റിക് ആസ്പെക്ട്സും അതുപോലെ തന്നെ ലോങ് ആൻഡ് ഷോർട്ട് കോമ്പോസിഷൻ ആസ്പെക്ട്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു കുടക്കീഴിൽ എന്ന നിലയിൽ ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലൂടെ നിങ്ങൾക്ക് ഈ അന്തർദേശീയ ആശയവിനിമയ ഉപാധിയുടെ വിവിധ തലങ്ങൾ സ്വന്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം, ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിന്റെ ഫസ്റ്റ് ലെവലായ ഇംഗ്ലീഷ് ഫൗണ്ടേഷൻ ഉറപ്പു നൽകുന്ന ഇംഗ്ലീഷ്
ബേസിക്സിന്റെ ക്ലാസ്സുകൾ കിട്ടാൻ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാൻ ഇനിയും ബാക്കിയുള്ളവർ ആരെങ്കിലും ഉടനെ തന്നെ സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തുടർ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ഇടാവുന്നതാണ്. അതിനെ സമയവും സന്ദർഭത്തിനും അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വാചകവുമായി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഡിയർ സ്റ്റുഡൻസ്, നത്തിങ് ഈസ് ഇംപോസിബിൾ. Nothing is impossible means everything is possible. So we have started to conquer this world, and also we have started to create a world of our own. To conquer this world and also to create our own world, remember we have to conquer the world language, that is English, the international means of language. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ടേക്ക് കെയർ. ടിൽ ദെൻ ഹാവ് എ നൈസ് ടൈം. താങ്ക് യു വെരി മച്ച്. പകൽ വിട പറയുന്ന എല്ലാവർക്കും ബൈ. രാത്രിയിൽ ഈ വീഡിയോ കണ്ട് വിട പറയുന്നവർക്ക് നൈറ്റും ചേർത്തുകൊണ്ട്, ഗുഡ് നൈറ്റും ചേർത്തുകൊണ്ട് ഞാൻ വിട പറയുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.